നമസ്കാരം, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്ലക്ഷനും എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് റിഫ്ലക്ഷൻ എപ്പോഴും നമുക്കറിയാം സ്മൂത്ത് അല്ലെങ്കിൽ ഷൈനി സർഫേസിലാണ് ഉണ്ടാവുക, ലൈക്ക് മിറേഴ്സ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചിട്ടാണ്. റിഫ്ലക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്: കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. സ്ഫെറിക്കൽ മിറേഴ്സിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിനെ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഈ കോൺകേവ്, കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഹയാണ് അല്ലെ. കേവിന്റെ മീനിങ് ഗുഹ എന്നാണ്. സോ ഈ ഉള്ളിലോട്ട് കർവ്ഡ് ആയിട്ടുള്ള മിറർ, അതാണ് കോൺകേവ് മിറർ. അപ്പോൾ മിറർ ആയിട്ടുള്ള സർഫസ് ഈ ഉൾഭാഗവും പുറത്ത് വരുന്നത് ഒപ്പേക്ക് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒപ്പേക്ക് ആയിട്ടുള്ള ആ ഭാഗം വരുന്നത് പുറത്തേക്കും മിറർ സർഫസ് വരുന്നത് ഉള്ളിലും ആയിരിക്കും. അതാണ് കോൺകേവ് മിറർ. ഇതിൽ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോൾ. എന്താണ് പോൾ? അതായത് ഈ മിററിന് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ മിററിന് ഒരു ജിയോമെട്രിക്കൽ സെന്റർ ഉണ്ടാവും. ആ സെന്റർ ആണ് എന്ത്? പോള്. ആ മിററിന്റെ സെന്ററിനെയാണ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മിറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ ഒരു ഭാഗമാണ് ഈ മിറർ അല്ലെ. അപ്പൊ ആ സ്ഫിയറിന് ഡെഫിനറ്റ്ലി അതിനൊരു സെന്റർ കാണും ഇല്ലേ? ആ സെന്റർ ആണ് ഈ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ സി. അതായത് ഈ മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ അതിന്റെ സെന്റർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. ഇനി ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു ലൈനാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ആ ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. പോൾ എന്താന്ന് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ എന്താന്ന് പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് എന്താന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അതായത് പോൾ എന്ന് പറയുന്നത് ഈ മിററിന്റെ ജിയോമെട്രിക്കൽ സെന്റർ ആണ് പോള്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഈ മിറർ ഏത് സ്ഫിയറിന്റെ പാർട്ടാണോ ആ സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ സി. ഇനി സെന്റർ ഓഫ് കർവേച്ചറും പോളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഈ സെന്ററും ഈ പോളും ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആണ്. നമുക്കിവിടെ പറയാം അതിനെ, ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് പറയാം റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് കോൺകേവ് മിറർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച ആ ഫിഗറിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്: പോള്, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ഫിഗറിൽ ഞാൻ പറഞ്ഞത്. അതായത് കോൺകേവ് മിററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 4 ടേംസ് ഞാൻ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസ് എന്ന് പറയണമെങ്കിൽ ഈ കോൺകേവ് മിറർ നമുക്കറിയാം ഉള്ളിലോട്ടാണ് അത് കർവ് ചെയ്തിരിക്കുന്നത് അല്ലെ. അത് ഇങ്ങനെ ഉള്ളിലോട്ട് കർവ്ഡ് ആയിട്ടുള്ള ഒരു മിററാണ് കോൺകേവ് മിറർ. അപ്പോ അതില് ലൈറ്റ് റേസ്, പാരലൽ റേസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റേസ് വന്നു. ഇനി റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതൊരു കോമൺ പോയിന്റിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു കോമൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഒരു കോമൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ആ പോയിന്റ് ആണ് ഫോക്കസ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. അതായത് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ആ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്തതിന് ശേഷം അതൊരു കോമൺ പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ആ കോമൺ പോയിന്റ് ആണ് ഫോക്കസ്. ക്ലിയർ അല്ലേ? അപ്പൊ കോൺകേവ് മിറർ എന്ന് പറയുന്നത് അതൊരു കൺവേർജിങ് മിറർ ആണ്. എന്താ കൺവേർജിങ് എന്ന് പറഞ്ഞാൽ?
കൺവേർജിങ് മിറർ എന്ന് പറഞ്ഞാൽ അതായത് ഈ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ആ റേസ് ഒക്കെ കൂടെ ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോമൺ പോയിന്റിലോട്ട് മീറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, കൺവേർജിങ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് മിറർ ആണ്. ഇനി ഇതിലുണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. റിയൽ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു, പോള് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, ഫോക്കസ് പറഞ്ഞു. ഇനി സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഞാനിവിടെ ഇതിൻ്റെ ഒരു ഇമേജ് വരയ്ക്കാം. പോള്, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്. സെന്റർ ഓഫ് കർവേച്ചറിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഈ ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ സ്മോൾ ലെറ്റർ എഫ്, അതായത് ഫോക്കൽ ലെങ്ത്. സ്മോൾ ലെറ്റർ എഫ് എന്താണ്, ഫോക്കൽ ലെങ്ത്. അപ്പോ ഈ സെന്റർ ഓഫ് കർവേച്ചറും അല്ലെങ്കിൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും ആയിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതായത് ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ കറക്റ്റ് മിഡിൽ പോയിന്റ് ആണ് ഈ ഫോക്കസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഈ ഫോക്കൽ ലെങ്ത്, അല്ലെ? നമുക്ക് അല്ലെങ്കിൽ പറയാം ആർ എന്ന് പറയുന്നത് 2f ഓർ എഫ് ഇസ് ഈക്വൽ ടു r/2. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് pole. Focal length is the distance between focus and pole. Radius of curvature is the distance between center of curvature and pole. അപ്പോൾ r എന്ന് പറയുന്നത് 2f ആണ്. f is equal to r/2. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? കോൺകേവിന്റെ റിഫ്ലക്ഷൻ ഓക്കെ ആയി. അപ്പൊ റിഫ്ലക്ഷൻ എന്താണ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണ്, കോൺകേവിന്റെ ടേംസ് റിലേറ്റഡ് ടു കോൺകേവ് മിറർ, അതുപോലെ തന്നെ റേഡിയസും ഫോക്കൽ ലെങ്തും ആയിട്ടുള്ള കണക്ഷൻ. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോൺവെക്സ് മിററിന്റെ കുറച്ച് പോയിന്റ്സ് ആണ്. നേരത്തെ കോൺകേവിന്റെ പറഞ്ഞതുപോലെ തന്നെ കോൺവെക്സിന്റെയും കുറച്ച് ടേംസ് ഉണ്ട്. ഞാനിവിടെ കോൺകേവും കോൺവെക്സും വരച്ചു വെച്ചിട്ടുണ്ട്. കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർവ്ഡ് ഇൻവേർഡ്, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് ഔട്ട്വേർഡ്. അപ്പോൾ ഇതിന്റെ ഈ മിറർ സർഫേസ് എന്ന് പറയുന്നത് ഈ ഔട്ട്വേർഡ് ആയിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഭാഗമാണ് മിറർ സർഫേസ്. ഉള്ളിലേക്ക് വന്നിട്ടുള്ള ആ പോർഷനാണ് ഓപ്പേക്ക് ആയിട്ടുള്ള ആ ഒരു പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനില്ലേ, അതാണ് ആ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഇതാണ് കോൺവെക്സ് മിറർ. ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. കോൺവെക്സ് മിററിലും നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഫോക്കസ് നോക്കാം. ഓക്കെ, പാരലൽ റേസ്, ലൈറ്റ് റേസ് വന്നു. ഇനി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് റേസ് വേറെ പോയിന്റിലോട്ട്, അതായത് ഡൈവേർജ് ചെയ്ത് പോകും. പല പോയിന്റിലോട്ട് ഇങ്ങനെ പോകും, ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യും. അപ്പോ ഇത് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെല്ലാം ഒരൊറ്റ പോയിന്റിൽ നിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസ് എല്ലാം ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് പോകുന്നത് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ ആ പോയിന്റ് ആണ് ഇവിടെ ഫോക്കസ്. ഓക്കെ, ആ പോയിന്റ് ആണ് ഇവിടെ ഫോക്കസ്. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കോൺകേവിൽ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പോള് വരുന്നുണ്ട്. ഇതിന്റെ ഈ സ്ഫിയർ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് വരിക അല്ലെ? ഇതിന്റെ സ്ഫിയർ ആയിട്ടുള്ള പോർഷൻ വരിക ഈ ഭാഗത്താണ്. അപ്പൊ അതിന്റെ സെന്റർ ആണ് ഈ കോൺവെക്സിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ ഇതിന്റെ ഫോക്കസ് വരുന്നതും ആ സൈഡിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇതൊരു പോയിന്റിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നാണ്. ആക്ച്വലി അത് അവിടെ നിന്ന് പോവല്ല ചെയ്യുന്നത് അല്ലെ? അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്ത് ഇമേജ് ആയിരിക്കും? നേരത്തെ നമ്മൾ കോൺകേവില് റിയൽ ഇമേജ് കിട്ടി. അപ്പൊ കോൺവെക്സിൽ എന്ത് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. കോൺവെക്സിൽ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുക കോൺവെക്സ് മിററിൽ. ഓക്കെ, അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ ആയി, ഫോക്കസ് ഒക്കെ ആയി. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ കോൺകേവ് മിററിന്റെയും ഈ റിഫ്ലക്ഷൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. സോ കോൺവെക്സ് മിററിൽ
കോൺകേവ് മിററിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കോൺകേവിൽ നമുക്ക് ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആണെങ്കിൽ കോൺവെക്സിൽ നമുക്ക് ഫോം ചെയ്യുന്നത് വെർച്വൽ ഇമേജ് ആണ്. കോൺകേവ് മിറർ എന്ന് പറയുന്നത് കൺവേർജിങ് മിറർ ആണ്. കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഡൈവേർജിങ് മിറർ ആണ്. ഇനി കോൺകേവ് മിററിൽ ഇമേജ് ഫോം ചെയ്യുക ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. അത് മിററിന്റെ ഫ്രണ്ടിൽ ഇമേജ് ഫോം ചെയ്തു അല്ലെ, ഫോക്കസ് ഫ്രണ്ടിലല്ലായിരുന്നു. ഇനി കോൺവെക്സ് മിററിലാണെങ്കിലോ ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 10th സ്റ്റാൻഡേർഡിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.